ആപ്ലിക്കേഷൻസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ്. നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ പറഞ്ഞത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യുന്നതിൽ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളതിൽ 2-3 പ്രോബ്ലംസ് ചെയ്തു. അപ്പോൾ നമുക്കതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസും കൂടെ നോക്കാം. സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു സൈൻ 2t, y ഇട്ട് 0 ഈക്വൽ ടു 3 ആൻഡ് y ഡാഷ് ഇട്ട് 0 ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ നമ്മളുടെ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു സൈൻ 2tനെ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. സോ വി ഗെറ്റ് L of y ഡബിൾ ഡാഷ് പ്ലസ് 4 ഇൻറ്റു L of y ഈക്വൽ ടു സൈൻ 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് L of y ഡബിൾ ഡാഷിനെ സോൾവ് ചെയ്യാം. L of y ഡബിൾ ഡാഷ് എന്താണ്? എസ് സ്ക്വയർ ഇൻറ്റു L of y മൈനസ് എസ് ഇൻറ്റു y ഇട്ട് 0 മൈനസ് y ഡാഷ് ഇട്ട് 0 പ്ലസ് 4 ഇൻറ്റു L of y ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, y ഡബിൾ ഡാഷിൻ്റെ എക്സ്പാൻഷൻ എഴുതിയതാണ്. ഇനി എസ് സ്ക്വയർ ഇൻറ്റു, അതായത് y ഡബിൾ ഡാഷിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതിയതാണ്. എസ് സ്ക്വയർ പ്ലസ് 4 എഴുതാം, അതായത് L of yൻ്റെ ടേംസിനൊക്കെ നമുക്കൊന്ന് ഒരുമിച്ച് എഴുതാം. മൈനസ് എസ് ഇൻറ്റു y ഇട്ട് 0 തന്നിരിക്കുന്നത് 3ഉം y ഡാഷ് ഇട്ട് 0 4ഉം ആണ്. എസ് ഇൻറ്റു 3 മൈനസ് y ഡാഷ് ഇട്ട് 0 എന്ന് പറഞ്ഞാൽ 4 ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, നമുക്ക് ഇതിന് L of y എന്താണെന്ന് എഴുതാം. സബ്സിഡറി ഇക്വേഷൻ ഉണ്ടാക്കാം. L of y ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 പ്ലസ് 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. സോ വി ഗെറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനിപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളതാണ്. 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4ൻ്റെ അറിയാം, അതുപോലെ 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4ൻ്റെ അറിയാം. അപ്പോൾ നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുകയൊന്നും വേണ്ട. സോ ഇതിനെ നമുക്ക് ഒന്നുകിൽ നമ്മൾ കൺവല്യൂഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയറിൻ്റെ അതായത് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ ആയിട്ട് വരുമ്പോൾ ഉള്ള കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എന്താ വരുന്നതെന്ന്. ഇവിടെ നമുക്കിതിനെ ആദ്യം ഒന്ന് മാറ്റി എഴുതാം നമുക്കറിയുന്ന ഫോമിലേക്ക്. അതായത് ഞാൻ ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, എന്നാൽ നമുക്കിനി അറിയുന്ന ഫോമിലോട്ടൊന്ന് മാറ്റി എഴുതിയിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. 3s ഡിവൈഡഡ് ബൈ, നിങ്ങൾക്ക് കൺവല്യൂഷൻ യൂസ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. കൺവല്യൂഷൻ യൂസ് ചെയ്യുന്ന ഈസി ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസിയുള്ള മെത്തേഡ് അത് യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 2നെ ഇവിടെ വെച്ചു. എന്നിട്ട് ഞാനിവിടെ 4നെ ഒരു 4 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ 4 കൊണ്ടല്ല, ഈ 2 ഇവിടെ ഒരു 4 പ്ലസ് 4 എഴുതി, ഡിവൈഡഡ് ബൈ 8 എഴുതി. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്ലസ് എസ് സ്ക്വയർ ചെയ്തു, മൈനസ് എസ് സ്ക്വയർ ചെയ്തു, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്ററിൽ എന്താണോ അത് മേലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, വേറെ ഒന്നിനുമല്ല. 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 1/4 ഇൻറ്റു, ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാണ്. ഒന്നിൽ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് കൊടുക്കാം, പ്ലസ് പിന്നെ ഞാൻ ഇതിനെ എസ് സ്ക്വയർ മൈനസ് ഇടാം, പ്ലസ് ഇട്ടാൽ ശരിയാവില്ല, മൈനസ് എസ് സ്ക്വയർ മൈനസ് 4 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് എന്താ എഴുതാം? ദിസ് ഈക്വൽ ടു 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇനി നമുക്കിതിനെ പരിചയ ഫോമിലോട്ട് മാറ്റാം. അതായത് ഇതിനെ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എസ് സ്ക്വയർ പ്ലസ് 4ഉം ഇവിടുത്തെ ഒരു എസ് സ്ക്വയർ പ്ലസ് 4ഉം പോയിട്ട് ഇവിടെ നമുക്ക് 1/s സ്ക്വയർ പ്ലസ് 4 ആയി. ഇവിടെ നമുക്ക് മൈനസ് എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും നമുക്ക് പരിചയമുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം.
ഇവിടെ ഒന്നും കൂടെ ഒന്ന് വേണമെങ്കിൽ ഇതിനെ രണ്ടിനെയും സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തതിന് ശേഷം സോൾവ് ചെയ്താലും മതി, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ തന്നെ സോൾവ് ചെയ്ത് പോകാം. 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇവിടെയും പ്ലസ് 1/4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും അല്ലേ, മൈനസ് എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ഇതിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു 4 16 പ്ലസ് 1 17 ഡിവൈഡഡ് ബൈ ഇതാവും 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 17 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 മൈനസ് എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. അതായത് നമുക്ക് എൽ ഓഫ് വൈ ആണ് എഴുതിയിരിക്കുന്നത്. എൽ ഓഫ് വൈ ഈക്വൽ ടു ഈ ടേക്കിംഗ് ഇൻവേഴ്സ് നമുക്ക് കിട്ടുന്നത് വൈ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടാം? വൈ ഓഫ് ടി ഈക്വൽ ടു ഇവിടെ എൽ ഇൻവേഴ്സ് ഓഫ്, ഞാൻ ഓരോന്നും ലീനിയാരിറ്റി അപ്ലൈ ചെയ്തിട്ട് എഴുതാണ്, 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എച്ച് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 17 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് മൈനസ് ആണ്, മൈനസ് 1/4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് നമുക്ക് എസ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഓരോന്നിൻ്റെ അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. സോ അതിൻ്റെ എന്താണ്? കോസ് 2t അല്ലേ, കോസ് 2t പ്ലസ് 17 ഇൻറ്റു 1/s സ്ക്വയർ പ്ലസ് 2 സ്ക്വയറിൻ്റെ എന്താ വരിക? സൈൻ 2t ഡിവൈഡഡ് ബൈ 2, സൈൻ 2t ഡിവൈഡഡ് ബൈ 2. ഇവിടെ നമുക്ക് എന്താ കിട്ടാം? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ നമ്മൾ എൽ സി എം എടുത്തില്ലേ, എൽ സി എം എടുത്തപ്പോൾ ഇവിടെ 4 കൂടി ഉണ്ട്. 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. അപ്പം ഇവിടെ 17/4 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ബാക്കിയൊന്നുമില്ല. 17/4 ഇൻറ്റു സൈൻ 2t പ്ലസ് സൈൻ 2t ഡിവൈഡഡ് ബൈ 2 മൈനസ് 1/4 ഇൻറ്റു. ഇനി ഈ ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ പരിചയമുണ്ട്, നമുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് എൽ ഓഫ് ടി കോസ് ടി ഈക്വൽ ടു എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതിൻ്റെ 2 കേസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും, അപ്പോൾ നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ മൈനസ് 1/4 ഇൻറ്റു ഇവിടെ എന്താ വരിക? ടി, അതായത് എസ് സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ദ ഹോൾ സ്ക്വയറിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ വരിക? 2 കോസ് ടി അല്ല, ടി കോസ് ഒമേഗ ടി, ടി കോസ് ഒമേഗ ടി. അപ്പോൾ ഇവിടെ വരുന്നത് ടി കോസ് ഒമേഗയ്ക്ക് പകരം 2, നമുക്ക് ടി കോസ് 2t നൽകും. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ആൻസർ. സോ നമുക്ക് നന്നായിട്ട് എഴുതാം. 3 cos 2t പ്ലസ് 17/8 ഇൻറ്റു സൈൻ 2t മൈനസ് ടി കോസ് 2t ഡിവൈഡഡ് ബൈ 4. ദിസ് ഇസ് ദ ആൻസർ. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Solve y double dash plus 2y dash. 2y dash plus 5y equal to e raised to minus t sin t. Y at 0 equal to 0 and y dash at 0 equal to 1. Okay. എല്ലാത്തിലും സെയിം തന്നെയാണ് ചെയ്യുക. Taking Laplace transform on both sides, L of y double dash plus 2y dash plus 5y equal to Laplace transform of e raised to minus t sin t.
ഇവിടെ നമുക്ക് എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി എന്താണ് വരിക? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/s² പ്ലസ് 1 ആണ് വരിക. ഇ റേസ് ടു മൈനസ് ടിയുടെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, നമുക്ക് എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്താണെന്ന് എഴുതാം. s² ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് s ഇൻറ്റു വൈ അറ്റ് 0 മൈനസ് വൈ ഡാഷ് അറ്റ് 0 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് എന്താ വരിക? s ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ അറ്റ് 0 പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ 5 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 1/s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. ഓക്കെ, നമുക്കിനി ഇതൊന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നത് ഇസ് ഈക്വൽ ടു s² ഇവിടെ 2s പിന്നീട് 5 ഉണ്ട്. അപ്പോൾ നമുക്ക് s² പ്ലസ് 2s പ്ലസ് 5 എന്നുണ്ട്. ഈ സ്റ്റെപ്പ് എഴുതുന്നതിന് മുമ്പ് നമുക്കിതാ ഇതിൻ്റെ ഈ വൈ അറ്റ് 0 ഒക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. s² ഇൻറ്റു എൽ ഓഫ് വൈ, നമുക്ക് വൈ അറ്റ് 0 തന്നിരിക്കുന്നത് 0 ആണ്. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആയിപ്പോയി. വൈ ഡാഷ് അറ്റ് 0 തന്നിരിക്കുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് 1 ആവും. പ്ലസ് 2 ഇൻറ്റു ഇവിടെ അതെ s ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ അറ്റ് 0 തന്നിരിക്കുന്നത് 0 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോയി, നോക്കണ്ട. അപ്പോൾ ബാക്കിയുള്ളത് പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 1/s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഇനി നമുക്കിതിനെ സോൾവ് ചെയ്യാം. അപ്പം s² പ്ലസ് 2s പ്ലസ് 5 എൽ ഓഫ് വൈ ഇവിടെ മൈനസ് 1 ഉണ്ട്, അത്രയേ ഉള്ളൂ. മൈനസ് 1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1. ഇനി നമുക്കിതിന് എൽ ഓഫ് വൈ എന്താണെന്ന് എഴുതാം. എൽ ഓഫ് വൈ ഈക്വൽ ടു which is equal to 1 divided by ഇതിനെ നമുക്കൊന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ എന്താ കിട്ടാം? ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ s പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ s² പ്ലസ് 2s പ്ലസ് 1 എന്ന് കിട്ടും അല്ലേ? 2s പ്ലസ് 1 പ്ലസ് 2 2s പ്ലസ് 1 പ്ലസ് 1 എന്ന് വരും. അപ്പം s² പ്ലസ് 2s പ്ലസ് 2 എന്നാവും. അപ്പോൾ ഇവിടെ നമുക്ക് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു s² പ്ലസ് 2s പ്ലസ് 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s പ്ലസ് 5 എന്ന് വരും. ഓക്കെ, നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാനൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. അതിന് മുമ്പ് നമുക്കിതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ അപ്ലൈ ചെയ്ത് പോയിക്കൂടാ, ഒരു കുഴപ്പമില്ല. ഓക്കെ, നമുക്കിത് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 1/s² പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു s² പ്ലസ് 2s പ്ലസ് 5 ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s പ്ലസ് 2 b ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s പ്ലസ് 5. ഓക്കെ, നമുക്കിതിനെ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻറ്റ് ചെയ്യാം. ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് നമ്മൾ ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ചെയ്യാം. ആദ്യം s² കോഎഫിഷ്യൻസ് പിന്നെ കോൺസ്റ്റൻറ്റ് ടേംസ് ഇക്വേറ്റ് ചെയ്താൽ അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടും. രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് a 1/3 b മൈനസ് 1/3 ആണ് കിട്ടും. സോ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിന് കുറേ സിംപ്ലിഫൈഡ് മെത്തേഡ്സൊക്കെ ഉണ്ട്, നിങ്ങൾ റെഫർ ചെയ്യാം, എന്നിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എൽ ഓഫ് വൈ ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതായിരുന്നു, 1/s² പ്ലസ് 2s പ്ലസ് 5. അതുപോലെ തന്നെ പ്ലസ് നമുക്ക് ബാക്കിയുള്ള ടേംസിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ നമ്മൾ പറഞ്ഞു. 1/3 ഇൻറ്റു 1/s² പ്ലസ് 2s പ്ലസ് 2 മൈനസ് 1/s² പ്ലസ് 2s പ്ലസ് 5 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യട്ടെ. ഇവിടെ ഇതിന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1/s² പ്ലസ് 2s പ്ലസ് 1 s² പ്ലസ് 2s പ്ലസ് 1 മൈനസ് 1 പ്ലസ് 5 അതുപോലെ ഓരോന്നും ചെയ്യാം. ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് s² പ്ലസ് 2s പ്ലസ് 1 മൈനസ് 1 പ്ലസ് 2
minus 1 by s square plus 2s plus 1 minus 1 plus 1. ഓക്കെ, ഓരോന്നിനും നമുക്ക് എഴുതാം. എന്താ കിട്ടാം? 1 by s plus 1 the whole square plus 4 അല്ലേ, പ്ലസ് 1 by 3 ഇൻറ്റു ഇവിടെ നമുക്ക് 1 by s plus 1 the whole square plus 1 minus 1 by s plus 1 the whole square plus 4. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. കാരണം ഇനി എല്ലാത്തിൻ്റെയും നമുക്ക് അറിയുന്നതാണ്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് y of t equal to L inverse of 1 by s plus 1 the whole square plus 4 plus 1 by 3 into L inverse of 1 by s plus 1 the whole square plus 1 minus സെപ്പറേറ്റ് ചെയ്ത് എഴുതാണ് L inverse of 1 by s square 1 by s plus 1 the whole square plus 4. ഓക്കെ, വേണമെങ്കിൽ ഇതിനെ സോൾവ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഇവിടെ കിട്ടുന്നത് 1 by s plus 1 the whole square. ഇവിടെ നമുക്ക് e raised to 1 by s square plus 4ൻ്റെ ഫോമിലാണ്. അപ്പോൾ sin 2t ആണ് വരിക. അപ്പോൾ നമുക്കിവിടെ e raised to minus 2t, സോറി മൈനസ് 2t ഒന്നുമില്ല. അതായത് നമുക്കിവിടെ കിട്ടുന്നത് 1 by s square plus 2 square എന്നുള്ള ഫോമിലാണ്. അതിൻ്റെത് എന്താ? sin 2t ആണ്. പക്ഷേ s plus 1ൻ്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ ഓപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to minus t sin 2t divided by 2 പ്ലസ് ഇവിടെ 1 by 3 ഇൻറ്റു ഇവിടെ നമുക്ക് കിട്ടുന്നത് e raised to minus t ഇൻറ്റു sin t ഡിവൈഡഡ് ബൈ 1 അവർ എഴുതണ്ട, മൈനസ് ഇവിടെ നമുക്ക് വരുന്നത് e raised to minus t sin 2t ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാം. കാരണം ഇവിടെ ഒരു ടേംസ് ഉണ്ട് ഒരുപോലെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ സോൾവ് ചെയ്യുമ്പം e raised to minus t sin 2t divided by 2 1 by 3 minus e raised to minus t sin 2t divided by t കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 by 3 ഇൻറ്റു e raised to minus t sin 2t പ്ലസ് 1 by 3 ഇൻറ്റു e raised to minus t sin t എന്ന് കിട്ടും. ഇവിടെ നമുക്ക് 1 by 3 വേണേൽ അവസരം എടുത്ത് എഴുതാം. സോ 1 by 3 ഇൻറ്റു e raised to minus t അവസരം എടുക്കാം. അപ്പോൾ നമുക്ക് sin 2t പ്ലസ് sin t എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്യാം കറക്റ്റാണോ ആൻസർ എന്ന്. ചെയ്യുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു 8 sin t if 0 ലെസ് ദാൻ t ലെസ് ദാൻ പൈ ആൻഡ് 0 if t ഗ്രേറ്റർ ദാൻ പൈ. അതായത് 8 sin t നമുക്ക് റിലേറ്റീവ് ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്, അതായത് ബ്രാഞ്ച് ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. 0 to പൈയിൽ 8 sin t ആണ്, t ഗ്രേറ്റർ ദാൻ പൈയിൽ 0 ആണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാം? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം സൊല്യൂഷൻ. ബൈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ we can write the given differential equation can be written as ഇങ്ങനെ എഴുതാം നമുക്ക് y ഡബിൾ ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു 8 sin t 8 sin t 8 sin t ഇങ്ങനെ എഴുതാം u0 of t മൈനസ് u pi of t u0 of t മൈനസ് u pi of t അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അറിയാത്തവർ ആ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ വീഡിയോസ് കാണുക, എന്നിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് y ഡബിൾ ഡാഷ് പ്ലസ് 9y ഈക്വൽ ടു 8 sin t u0 of t മൈനസ് u pi of t. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് കിട്ടുന്നത് L of y ഡബിൾ ഡാഷ് പ്ലസ് 9 ഇൻറ്റു L of y ഈക്വൽ ടു 8 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin t u of t. u0 of t നമ്മൾ u of t എന്ന് ഡിനോട്ട് ചെയ്യുക. ഇനിയിപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. u0 of t മൈനസ് ഇതൊന്ന് 8 കോമൺ ആണ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin t u pi of t. ഓക്കെ,
ഇനി വൈ ഡബിൾ ഡാഷിൻ്റെ എഴുതാം. വൈ ഡബിൾ ഡാഷിന് എന്താണ്? വൈ ഡബിൾ ഡാഷിൻ്റെത് എസ് സ്ക്വയർ എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഇട്ട് 0 മൈനസ് വൈ ഡാഷ് ഇട്ട് 0 പ്ലസ് 9 എൽ ഓഫ് വൈ. ഓക്കെ, ഇവിടെ വിച്ച് ഇസ് ഈക്വൽ ടു താഴെ 8 ഇൻറ്റു എൽ ഓഫ് സൈൻ ടി യു 0 ഓഫ് ടി. ഇതിൽ നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞത്? നമുക്ക് യു എ ഓഫ് ടി ഇൻറ്റു സൈൻ ടി മൈനസ് എ വേണം. ഇവിടെ 0 ആയതുകൊണ്ട് സൈൻ ടി മൈനസ് 0 ആണ്. സോ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താ വരിക? 8 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 0s 1 ബൈ, അതായത് എൽ ഓഫ് സൈൻ ടി. അങ്ങനെ എഴുതാം. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ മാറ്റി എഴുതാം എൽ ഓഫ് സൈൻ ടി. ഇനി ഈ കേസിലൊരു പ്രശ്നമുണ്ടല്ലേ. യു പൈ ഓഫ് ടി ആണുള്ളത്, ഇവിടെ ടി എ ഉള്ളൂ. അപ്പോൾ ടി മൈനസ് പൈ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ആദ്യം അതൊന്ന് എഴുതാം. എൽ ഓഫ് യു പൈ ഓഫ് ടി നമ്മൾ എന്ത് ചെയ്യണം? സൈൻ ടി മൈനസ് പൈ വരണം. അപ്പോൾ മൈനസ് പൈ ഇട്ട് കൊടുത്തു, പ്ലസ് പൈയും കൊടുത്തു. ഓക്കെ, നമുക്കിതിനെ ഇത് ഈക്വൽ ടു ആണേ. മുകളിലുള്ള സ്റ്റെപ്പ് എഴുതാം. 8 എൽ ഓഫ് സൈൻ ടി ഇ റേസ് ടു 0 1 ആണ് മൈനസ് ഇതെന്താവും? ഇവിടെ നമുക്ക് സൈൻ ടി മൈനസ് പൈ പ്ലസ് പൈ ആണ്. അതായത് സൈൻ തീറ്റ പ്ലസ് പൈ എന്നാണ് വരുന്നത്. സൈൻ തീറ്റ പ്ലസ് പൈ മൈനസ് സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്കിത് മൈനസ് ഓഫ് എന്നാവും. നമുക്ക് ഇവിടെ എന്താ എഴുതാം? മൈനസ് ഓഫ് പ്ലസ് ആയി യു പൈ ഓഫ് ടി ഇൻറ്റു സൈൻ ടി മൈനസ് പൈ എന്നെഴുതാം. ഓക്കെ, ഇവിടെ നമുക്കിതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് മുഴുവനായിട്ട് എഴുതാം. 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഇതെന്താ വരിക? ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1. എൽ ഓഫ് സൈൻ ടി ആണ് വരിക. എൽ ഓഫ് സൈൻ ടി എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പം നമുക്ക് ആർ എച്ച് എസിൻ്റെ കണ്ടു. ഇനി എൽ എച്ച് എസും കൂടെ ഒന്ന് റെഡിയാക്കി എഴുതാം. അപ്പോൾ നമുക്കിവിടെ വൈ ഇട്ട് 0യും വൈ ഡാഷ് ഇട്ട് 0യ്ക്ക് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ എഴുതുന്നുണ്ട്. എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ. വൈ ഇട്ട് 0 തന്നിരിക്കുന്നത് വൈ ഇട്ട് 0 ആണ്. വൈ ഡാഷ് ഇട്ട് 0 4 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ -4 പ്ലസ് 9 എൽ ഓഫ് വൈ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതെന്താ വരിക? എസ് സ്ക്വയർ പ്ലസ് 9 എൽ ഓഫ് വൈ -4 അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എൽ ഓഫ് വൈ എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ട് 4-നപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 9 എൽ ഓഫ് വൈ ഈക്വൽ ടു ഇവിടെ ഒരു +4 വരും. നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എൽ ഓഫ് വൈ എന്താണെന്ന് എഴുതാം. എൽ ഓഫ് വൈ ഈക്വൽ ടു എന്താ വരുന്നത്? ഇവിടെ നമുക്ക് 8 ഇൻറ്റു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്നുണ്ട് ഓൾറെഡി. അതിൻ്റെ കൂടെ എന്തും കൂടെ വരും? നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന എസ് സ്ക്വയർ പ്ലസ് 9 കൂടെ വരും. പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്കിതിനെ നമ്മളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിതിനെ എൽ ഓഫ് വൈ ഈക്വൽ ടു നമുക്കിനി ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പോൾ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് അറിയുന്ന സാധനത്തിന് അങ്ങനെ തന്നെ വെക്കുക. ഈ 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 നമുക്ക് അറിയാം. പിന്നെ ഇതിൻ്റെ ടേംസിൽ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ. അതിന് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇ റേസ് ടു മൈനസ് പൈ എസിനെ ഔട്ട്സൈഡ് എടുത്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. 8 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9 പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം. പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. ഓക്കെ, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9 ഞാൻ വൈ ഈക്വൽ ടു എസ് സ്ക്വയർ എന്ന് ഇട്ടിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാണ്. നിങ്ങളത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ ഈക്വൽ ടു 1 എന്നും ബി ഈക്വൽ ടു -1 എന്നും കിട്ടും. ഇത് ശരിക്കും 8 എന്ന് പറയുന്നത് 9ൻ്റെയും 1ൻ്റെയും ഡിഫറൻസാണ്. തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ട്. ആ ഒരു സെക്ഷൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് എന്തായിട്ട് മാറും? എൽ ഓഫ് വൈ ഈക്വൽ ടു നമുക്ക് എഴുതാം. എൽ ഓഫ് വൈ ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 അതിനതുപോലെ തന്നെ എഴുതി. പ്ലസ്
1 പ്ലസ് ഇ റേസ് ടു മൈനസ് പൈ എസിന് ഔട്ട്സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് എഴുതാം. 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഓക്കെ, ഇനി നമുക്ക് ഇൻവേഴ്സ് എടുക്കാം. ഇൻവേഴ്സ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. L inverse of y of t equal to L inverse of 4 divided by s square plus 9. അല്ല ഞാൻ ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് സോൾവ് ചെയ്തിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 9 എന്ന് പറയുന്ന കേസ് വരുമ്പോഴേ 4ന് നമുക്ക് ഔട്ട്സൈഡ് ഇടാം. 4 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 പ്ലസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഇൻറ്റു സോറി, ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇത് നമുക്കിത് ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്യാം, കാരണം ഈ റേസ് ടു പൈ എസ് കോൺസ്റ്റൻ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ നമുക്കിത് ഇതിനെ നമുക്ക് പ്ലസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 പ്ലസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഒന്ന് സോൾവ് ചെയ്യാം. എന്നിട്ട് L ഇൻവേഴ്സ് ഓഫ് എടുക്കാം. ഇസ് ഈക്വൽ ടു L ഓഫ് y ഓഫ് t ഈക്വൽ ടു 4. നമ്മളിതിനെ സോൾവ് ചെയ്യുമ്പം 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഉണ്ട്, അതുപോലെ 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഉണ്ട്. മൈനസ് ചെയ്യുമ്പം 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 എന്ന് വരും. അതുപോലെ നമുക്ക് എന്തുണ്ട്, ഒരു 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ആയി. അതുപോലെ തന്നെ ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. അതുപോലെ ഇതിൽ എന്ത് ബാക്കിയുണ്ട്, മൈനസ് ഇ റേസ് ടു മൈനസ് പൈ എസ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9. ഇത്ര എണ്ണത്തിനെ കണ്ടുപിടിക്കണം, കാരണം നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇ റേസ് ടു മൈനസ് പൈ എസിൻ്റെ ടേംസിൽ എഴുതിയതല്ലേ. അപ്പോൾ തിരിച്ചു വരുമ്പം അതേ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ y ഓഫ് ടി ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 3 divided by s square plus 9 plus L inverse of 1 divided by s square plus 1 plus L inverse of e raised to minus pi s divided by s square plus 1 plus L inverse of plus alla minus L inverse of e raised to minus pi s divided by s square plus 9. ഓക്കെ, നമുക്കിനി നോക്കാം. 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 എന്താണ്, സൈൻ 3t. ഓക്കെ, അതായത് ഇങ്ങനെ ഇവിടെ 3 ഔട്ട്സൈഡ് എടുത്തിട്ട് സൈൻ 3t ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതുന്നതും സൈൻ 3t എന്ന് എഴുതുന്നതും സെയിം അല്ലേ. സൈൻ 3t പ്ലസ് ഇവിടെ സൈൻ t, ഇവിടെ എന്താ വരിക, ഇ റേസ് ടു മൈനസ് പൈ എസ് എസ് സ്ക്വയർ പ്ലസ് 1 എന്തായിരുന്നു, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസിലാണല്ലേ വരിക. അപ്പോൾ നമുക്ക് യു പൈ ഓഫ് ടി ഇൻറ്റു സൈൻ ഓഫ് t മൈനസ് പൈ. ഓക്കെ, ഇനി മൈനസ് ഇവിടെയോ, ഇവിടെ ഡിവൈഡഡ് ബൈ 1 വരും. ഡിവൈഡഡ് ബൈ 1 അത് എഴുതണമെന്നില്ല. ഇവിടെ നമുക്ക് എന്താ വരാം, ഇ റേസ്ഡ് യു പൈ ഓഫ് ടി മൈനസ് യു പൈ ഓഫ് ടി ഈ സൈൻ, ഇവിടെ നമുക്ക് ടി മൈനസ് പൈ, ഇവിടെ സൈൻ ടി അല്ല വരിക, സൈൻ 3t ആണ് വരിക. അപ്പോൾ നമുക്ക് സൈൻ 3t മൈനസ് പൈ, 3 ഇൻറ്റു ടി മൈനസ് പൈ സൈൻ 3t മൈനസ് പൈ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കേസ് നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിങ്ങനെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് സൈൻ ടി മൈനസ് പൈനെയും സൈൻ 3t മൈനസ് 3 പൈനെയും ഒക്കെ മാറ്റി എഴുതാം. നമുക്ക് നോക്കാം അങ്ങനെ എവിടെയാണ്. സൈൻ 3t പ്ലസ് സൈൻ ടി, ഇതിനെ സൈൻ ടി മൈനസ് പൈ എന്ന് പറഞ്ഞാൽ സൈൻ പൈ മൈനസ് ടി എന്ന് പറഞ്ഞാൽ സൈൻ ടി ആണ്. അതിന് നെഗറ്റീവും കൂടെ അടിച്ചെടുത്താൽ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. അപ്പോൾ സൈൻ ടി എന്ന് വരും. മൈനസ് ഇതിനെ സൈൻ 3t മൈനസ് 3 പൈ ഡിവൈഡഡ് ബൈ 3, ഇതിനെ നമുക്ക് എഴുതുമ്പം ഇതിനെ അതെ മൈനസ് സൈൻ 3 എന്ന് കിട്ടും. അപ്പോൾ അത് പ്ലസ് സൈൻ 3t ആവും ഇൻറ്റു യു പൈ ഓഫ് ടി. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു മൈനസിന് ഔട്ട്സൈഡ് എടുത്തിടാം. അപ്പോൾ നമുക്ക് സൈൻ 3t പ്ലസ് സൈൻ ടി മൈനസ് സൈൻ ടി മൈനസ് ഇങ്ങനെ സൈൻ 3t ഇൻറ്റു യു പൈ ഓഫ് ടി. ഇനി നമുക്ക് യു പൈ ഓഫ് ടിയുടെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. യു പൈ ഓഫ് ടിയുടെ ഡെഫിനേഷൻ എന്താണ്,
യു പൈ ഓഫ് ടിയുടെ ഡെഫിനിഷൻ സൈൻ 3t പ്ലസ് സൈൻ ടി മൈനസ് യു പൈ ഓഫ് ടിയുടെ ഡെഫിനിഷൻ പൈ ലെസ് ദാൻ ടി ലെസ് ദാൻ പൈയിൽ 0, ടി ലെസ് ദാൻ പൈയിൽ 0 ആയിരിക്കും. അതുപോലെ തന്നെ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈയിൽ 1 ആയിരിക്കും. ഇവിടെ വേണമെങ്കിൽ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ പൈന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ അതായത് സൈൻ ടി നമുക്കിതിനെ ഒന്ന് ഇങ്ങനെ ബ്രാഞ്ച് ഫംഗ്ഷനായിട്ട് എഴുതാം. ഇവിടെ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ പൈക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ വാല്യൂ കംപ്ലീറ്റ് 0 ആണ്, അപ്പോൾ -0. അടുത്തതിൽ സൈൻ 3t പ്ലസ് സൈൻ ടി മൈനസ് സൈൻ ടി മൈനസ് സൈൻ 3t ഇൻറ്റു ഇവിടെ 1 വരും. അതായത് ഇത് വേണമെങ്കിൽ ഇതിലൊന്നും കൂടെ മാറ്റി എഴുതാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സൈൻ ടി മൈനസ് സൈൻ 3t യു പൈ ഓഫ് ടി. ഇവിടെ യു പൈ ഓഫ് ടി എന്താണ്? ഇവിടെ യു പൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇൻറ്റു 0 ആണ് വരുന്നത്. അതായത് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ പൈയിൽ ഇവിടെ ഇൻറ്റു 1 വരും. ഓക്കെ, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈയിൽ നമുക്ക് എന്താ കിട്ടാം? ഇവിടെ നമുക്ക് കിട്ടുന്നത് സൈൻ 3t പ്ലസ് സൈൻ ടി. ഓക്കെ, ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോയി. ഇനി ഇതോ സൈൻ 3t പ്ലസ് സൈൻ ടി. ഇതിനെ നമുക്കൊന്ന് സോൾവ് ചെയ്ത് എഴുതാമല്ലോ. സോൾവ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്താ പറ്റുക? സൈൻ 3t മൈനസ് സൈൻ 3t, അതായത് സൈൻ 3t പ്ലസ് സൈൻ 3t എന്ന് വരും. ഡിവൈഡഡ് ബൈ 3 എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, സൈൻ 3t പ്ലസ് സൈൻ ടി മൈനസ് സൈൻ ടി. അപ്പോൾ ഈ സൈൻ ടിയും ക്യാൻസൽ ആയിപ്പോയി. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1, അതായത് 4/3 സൈൻ 3t എന്ന് കിട്ടും. ഇത് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ പൈയിൽ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൈയിൽ. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, താങ്ക് യു.